शिवं शिवकरं शान्तम् 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 ഓം ശാന്തി. നമ്മുടെ ഈ മഹായജ്ഞത്തിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രുദ്രജ്ഞാന യജ്ഞം എന്നാണ്. രുദ്രനർത്ഥം ശിവൻ, ജ്ഞാനം അറിവ് നൽകുകയാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? യജിക്കാനുള്ളത് യജ്ഞം എന്നാ പറയുക, സമർപ്പണം ചെയ്യാനുള്ളത്. അപ്പോൾ ഭഗവാൻ നമുക്ക് ജ്ഞാനം നൽകുന്നത് നമ്മളെക്കൊണ്ട് സമർപ്പണം ചെയ്യിക്കാനാണ്, അല്ലേ? അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഭഗവാനോട് തന്നെ പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരൻ തന്നതാണെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവാൻ നമ്മളെക്കൊണ്ട് എന്താണ് സമർപ്പണം ചെയ്യിക്കുക? അറിവ് നൽകിയിട്ട് നമ്മളെക്കൊണ്ട് എന്ത് സമർപ്പണം ചെയ്യിക്കും? നമുക്ക് ഈ 7 ദിവസത്തിലെ ഈ ജ്ഞാനയജ്ഞത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും, ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ജ്ഞാനത്തിൻ്റെ വെളിച്ചം എങ്ങനെയാണോ ലൈറ്റ് വരുന്ന സമയത്ത് ഇരുട്ട് പുറത്തേക്ക് പോണത്, അതേപോലെ ജ്ഞാനം, അറിവ്, തിരിച്ചറിവ്, അതും ആധ്യാത്മിക ജ്ഞാനം, ഈശ്വരീയ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ഇരുട്ടാണ് ഇല്ലാതാക്കുക, എന്തെല്ലാം ഇരുട്ട് നമുക്ക് സമർപ്പണം ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇല്ലാതാകും, ദേഷ്യത്തെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും. ഇത് രണ്ടും നമുക്കിന്ന് ഏറ്റവും മുഖ്യമായ കാര്യമാണല്ലോ, അല്ലേ? അപ്പം മരണം, ഒന്ന് നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള പേടി, രണ്ടാമത്തത് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആരുടെയെങ്കിലും വേർപാടുണ്ടായാൽ അത് നമുക്കുണ്ടാക്കുന്ന ദുഃഖം. കുറച്ച് പ്രായമായവർ മരിച്ചാൽ നമുക്കത്ര ദുഃഖം ഉണ്ടാവില്ല. പക്ഷെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന തീരാ ദുഃഖങ്ങൾ, വേദനകൾ പറയില്ലേ, ചില വേദന എങ്ങനെയാണ് നമ്മുടെ മരണം വരെയും നമുക്ക് ആ വേദന ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യജ്ഞത്തിൽ നമുക്ക് മരണത്തിൻ്റെ ഭയം, മരണത്തെ പ്രതിയുള്ള ദുഃഖം എങ്ങനെ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളോട് പണ്ട് എല്ലാവരും മുതിർന്നവരെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കരയരുതെന്ന് പറയും, അല്ലേ? പകരം എന്ത് ചെയ്യണമെന്നാണ് പറയുക? പ്രാർത്ഥിക്കണമെന്ന് പറയും. പക്ഷെ നമ്മളാരും പ്രാർത്ഥിക്കാറില്ല. ആരെങ്കിലും മരിച്ചാൽ നമ്മളെല്ലാവരും എന്തേ ചെയ്യുള്ളൂ? കരയെന്നേ ചെയ്യുള്ളൂ. അറിയാം, നമുക്ക് കരയാൻ പാടില്ല. നമ്മൾ തമ്മിൽ പറയുകയും ചെയ്യും, കരയാൻ പാടില്ല, പ്രാർത്ഥിക്ക് എന്ന് പറയും. പക്ഷെ പ്രാർത്ഥന വരാറില്ല. പകരം എന്തേ വരാറുള്ളൂ? കരച്ചിലേ വരാറുള്ളൂ, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും മരിച്ചാൽ നിങ്ങൾ പോയിട്ടുണ്ടോ എനിക്കറിയില്ല, അവരുടെ മരണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും കരയൂ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അത് ചെറുപ്പക്കാരാണെങ്കിലും, എത്ര ചെറിയ കുട്ടി മരിച്ചാൽ പോലും, ചെറിയ കുട്ടികൾ മരിച്ചാൽ പോലും. ഒരിക്കൽ ഞാനൊരു ഫാമിലിയിൽ പോയിട്ടുണ്ട്, അവരുടെ ചെറിയൊരു മോൻ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചു. ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചത്, പോകുന്ന സമയത്ത് അവർക്കാകെ 2 മക്കളാണ്, അതിലെ മൂത്ത മോനാണ് പെട്ടെന്ന് എന്തോ അസുഖം വന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ വെച്ച് തന്നെ അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു. ഒരു മുസ്ലിം ഫാമിലിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച ഇവരോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാരണം ഞാൻ അന്ന് വരെ പോയിട്ടില്ല മറ്റ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ മരണ വീട്ടിൽ. പക്ഷെ ചെന്ന സമയത്ത് എനിക്ക് ഇത്രയും അത്ഭുതം തോന്നി. ആ അച്ഛനും അമ്മയും ആണ് എന്നെ സ്വാഗതം ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. അവർ ഫ്രണ്ടിൽ വന്നു, സിസ്റ്റർ വന്നു എന്ന് അറിഞ്ഞപ്പോൾ.
അവർ ഫ്രണ്ടിൽ വന്ന് കൂട്ടി ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോഴവരുടെ ഒന്നും കണ്ണിൽ ഒന്നും ഒരു നുള്ളി കണ്ണീര് പോലും വരുന്നില്ല. എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥന ചെയ്യാൻ. എനിക്കിത്ര അത്ഭുതം തോന്നി. എല്ലാവരും ചേർന്ന് കൂട്ടായിട്ടുള്ള പ്രാർത്ഥന അവിടെ നടക്കുകയാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളും മുത്തശ്ശിയും എല്ലാവരും ചേർന്ന്. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കും അറിയാം കരയാൻ പാടില്ല, എന്നിട്ട് നമ്മൾ കരഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? എന്താ കാരണം? എന്തുകൊണ്ടെന്ന് നമുക്ക് മരണം എന്താണെന്നുള്ള വ്യക്തമായ ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയാറുണ്ടല്ലോ, അസതോമ സദ്ഗമയ എന്നാ പറയാ, തമസോമ ജ്യോതിർഗമയ. അസത്യത്തിൽ നമുക്ക് സത്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ദുഃഖത്തിൽ നിന്ന് നമുക്ക് സുഖത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തമസൂമ ജ്യോതിർഗമ. ഇരുട്ട് മാറി വെളിച്ചം വരണം. എന്താ ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇരുട്ട്? ചില കാര്യങ്ങളിൽ നമ്മളിപ്പോഴും നമ്മുടെ ഉള്ളിൽ അജ്ഞതയുണ്ട്, അറിവില്ലായ്മയുണ്ട്. ആ അറിവില്ലായ്മയാണ് നമുക്കിപ്പോഴും ദുഃഖം നൽകണേ. അപ്പം മരണത്തെ പ്രതിയുള്ള ദുഃഖവും പേടിയും പോകണം എന്നുണ്ടെങ്കിൽ നമുക്കറിയണം എന്താ മരണം, എന്താ ജീവിതം. ആ വ്യക്തമായ ജ്ഞാനം ആർക്കുണ്ടായിരുന്നു? ആ ആചാര്യന്മാരാണ് നമ്മളോട് പറഞ്ഞിരുന്നത് കരയരുത്. അപ്പം നമുക്കും ഇപ്പം അതാണ് ആവശ്യം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു നോക്കൂ, ഞാൻ ആരാണ്? ഒരു നിമിഷം നിങ്ങളെല്ലാവരും മൗനമായിട്ടിരുന്നിട്ട് ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും, ഞാൻ ആരാ? നിങ്ങൾക്ക് എന്ത് തോന്നണു? ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? സിസ്റ്റർ ചോദിക്കുകയാണ് താങ്കളോട്, താങ്കൾ ആരാണ് ചോദിച്ചാൽ എന്ത് പറയും? പേര് പറയും അല്ലേ? ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ പേരാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പരിചയപ്പെടുക? നമ്മുടെ പേര് പറഞ്ഞിട്ടാ. നമുക്ക് പേരെപ്പോഴാണ് കിട്ടണേ? ജനിച്ചു വീഴുമ്പോൾ നമുക്ക് പേരുണ്ടോ? ഇല്ല. പേരിടുന്ന നമുക്കൊരു ചടങ്ങല്ലേ. അപ്പോൾ 10-28 ദിവസം കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ചെയ്യും. അപ്പോൾ അപ്പോഴേ നമുക്ക് പേര് കിട്ടണുള്ളൂ. അപ്പോൾ പേരിടുന്നതിന് മുമ്പ് നമ്മളില്ലേ? അപ്പം നമ്മളാരാ? അപ്പം നമ്മളാരാണ്? ഇല്ലെങ്കിൽ നമ്മൾ പറയും, എന്ത് പറയും? പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്താ പറയുക? ഇന്നടുത്ത ഇന്നയാളുടെ മോനാണ്, മോളാണ്, അല്ലേ, ഭാര്യയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ജോലി പറയും, ഞാൻ എൻജിനീയറാണ്, ഡോക്ടറാണ്, വക്കീലാണ്, അധ്യാപകനാണ്, അല്ലേ, സ്ത്രീയാണ്, പുരുഷനാണ്, അമ്മയാണ്, സഹോദരിയാണ്, അല്ലേ, അച്ഛനാണ്. അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിതൊക്കെ പറയും. അപ്പം ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണെന്ന് പോലും നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയണേ? എത്ര നാൾ കഴിയണം, അല്ലേ, അച്ഛനെ നമുക്ക് തിരിച്ചറിയാൻ, അമ്മയെ നമുക്ക് തിരിച്ചറിയാൻ. ഇനി നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ ടീച്ചറായി. എത്ര വർഷത്തിന് ശേഷം ടീച്ചറാവണേ? അല്ലേ, പഠിച്ച് ഒരു ജോലി കിട്ടിയതിന് ശേഷമേ നമ്മൾ അധ്യാപകൻ എന്ന് പറയുള്ളൂ. അതിന് മുമ്പ് നമ്മളില്ലേ? അപ്പം നമ്മളാരാ? അമ്മയാകണപ്പോഴാണ് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിച്ചാലേ പിന്നെ എന്ത് പറയുള്ളൂ? അമ്മ എന്ന് വിളിക്കുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആരാണ്? ഈ അമ്മയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ, ഇതെല്ലാം നമ്മൾ പല റോളുകൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഈ റോളൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട വാസ്തവികത ഞാൻ ആരാണ്. ഇപ്പോൾ ഒരു ആൾ മരിക്കാൻ കിടക്കുക, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു ഇന്നയാൾ സീരിയസ് ആണ്, എന്നാൽ ശരിയൊന്ന് പോയി കാണാം. നമ്മൾ പോണു കാണാൻ. പോകുന്ന സമയത്ത് ആൾ മരണാസന്ന ഘട്ടത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആൾ പോവാണ്, ആൾക്കും അറിയാം ഞാൻ പോകാൻ സമയമായി. അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവർ നമ്മളോട് എന്താ പറയുക? ലാസ്റ്റ് അവസാന നാളുകളാണെങ്കിൽ എന്താ പറയുക? സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയുക? ഞാൻ പോവാണ്, എനിക്ക് പോകാൻ സമയമായി. ഇങ്ങനെയല്ലേ പറയുക? ഞാൻ പോവാണ്, എനിക്ക് പോകാൻ സമയമായി. അവർ പറയണോ? പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആൾ മരിച്ചു. നമ്മളവിടെ നിൽക്കുക തന്നെ ആൾ മരിച്ചു എന്നിരിക്കട്ടെ. നമ്മൾ നോക്കുമ്പോൾ ബോഡി, ശരീരം അവിടെ തന്നെ ഉണ്ടാവും, ഇല്ലേ? പോകുന്നതിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞേ? ഞാൻ പോവാണ്. മരണസമയത്ത് എന്താ പോകുന്നത്? മരണസമയത്ത് ശരീരത്തിൽ നിന്ന് എന്താ പോണത്? ആത്മാവ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പോയത് ആത്മാവാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞേ? ഞാൻ പോകാൻ, എനിക്ക് പോകാൻ
സമയമായി. അപ്പോൾ പോയതെന്താ? ആത്മാവാണ്. അപ്പം ആരാ ഞാൻ? ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുക താങ്കൾ ആരാണ്, നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ ആത്മാവാണെന്ന്? നമ്മളാരും പറയില്ലേ. നമുക്ക് എന്തേ ഓർമ്മ വരുള്ളൂ? ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, അല്ലേ? ഞാൻ അച്ഛനാണ്, മകനാണ്, മകളാണ്, എൻജിനീയറാണ്, ഡോക്ടറാണ്. നമ്മൾ ഒരാൾ പോലും പറയാറില്ലേ ഞാൻ ആത്മാവാണ്. പക്ഷേ മരണസമയത്ത് പറയാറില്ലേ, മരണമൊഴി സത്യമൊഴി എന്നാ പറയാ. മരണസമയത്ത് നമുക്ക് ആ വിവേകം വരുന്നുണ്ട്, ഞാൻ പോവാണ്. ഞാൻ അർത്ഥം ആത്മാവ്, ആത്മാവായ ഞാൻ പോവാണ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ മലയാളികൾ പറയണേ എന്താ? ചത്തുപോയി എന്നല്ലേ പറയാ ഒരാള്. എൻ്റെ അർത്ഥം തന്നെ എന്താ? സത്ത് പോയി. സത്തെന്താ? പോകുന്നത് ആത്മാവ്. അപ്പൊ സത്തെന്താണ്? ആത്മാവ്. ആത്മാവാകുന്ന സത്ത പോയി, പിന്നെന്തേ ഉള്ളൂ? സത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെന്തേ ഉള്ളൂ? ചണ്ടി. ചണ്ടി എന്താ ചെയ്യുക? എപ്പോഴും കത്തിച്ചുകളെ, അല്ലെങ്കിൽ മണ്ണിൽ മറവച്ച്. അതന്നെയല്ലേ ചെയ്യണേ? ആത്മാവാകുന്ന സത്ത പോയാൽ നമ്മുടെ ഈ ശരീരത്തെ എന്താ ചെയ്യുക? ഒന്നുകിലും മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ സംസ്കരിക്കും, അല്ലേ? കത്തിക്കും. ഇത് രണ്ടുമല്ലേ ചെയ്യുക. കാരണം എന്താ? സത്ത പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെന്തായിട്ട് മാറി? ചവറായിട്ട് മാറി, ചണ്ടിയായിട്ട് മാറി. അപ്പം നമ്മളിപ്പോൾ ഓടി നടക്കുന്നത്, നമ്മളെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, നമ്മൾ ഈ ഓടി നടന്ന് നമുക്കിപ്പോൾ കാണാം, കേൾക്കാം, സംസാരിക്കാം, കർമ്മങ്ങൾ ചെയ്യാം. ഇതിനെല്ലാം നമ്മളെ പ്രാപ്തമാക്കുന്ന ചൈതന്യമേതാണ്? ആത്മാവാണ്. അപ്പം ഞാൻ ആത്മാവാണ്. ആ ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. ആത്മാവാകുന്ന സത്ത, ആത്മാവാകുന്ന ഊർജം, ആ ചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്, സംസാരിക്കാൻ കഴിയുന്നത്, പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പം നോക്കൂ, മൈക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം സിസ്റ്റർക്ക് സംസാരിക്കുന്ന ശബ്ദം നിങ്ങളുടെ കാതിലെത്തില്ല. ഈ മൈക്ക് ഒരു ഉപകരണം മാത്രമാണ്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. കറണ്ട് ഈ വയറ് വഴി ഒഴുകി ഇതിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത്. കറണ്ട് ഇല്ലെങ്കിൽ ഈ മൈക്കുണ്ടെങ്കിലും പ്രവർത്തിക്കൂ? അതേപോലെ നമ്മൾ പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കണ്ണിന് തനിയെ കാണാൻ പറ്റില്ല. കണ്ണിന് കാണണമെങ്കിൽ എന്ത് വേണം? ആത്മാവാകുന്ന കറണ്ട് വേണം. ആത്മാവാകുന്ന കറണ്ട് പോയാൽ കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. കാതുണ്ടെങ്കിലും ജഡത്തിന് കേൾക്കാൻ പറ്റുമോ? ഡെഡ് ബോഡിക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നാവുണ്ട്, സംസാരിക്കാൻ പറ്റുമോ? കാലുണ്ട്, എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. തലച്ചോറ് ഉൾപ്പെടെ, തലച്ചോറാണല്ലോ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. തലച്ചോറ് ഉൾപ്പെടെ ഈ ശരീരത്തിൽ ഒരു അവയവം പോലും പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് വേണം. ആത്മാവാണ് ഈ ഉപകരണങ്ങൾക്കെല്ലാം കറണ്ട് സപ്ലൈ ചെയ്യണത്. ചൈതന്യം, ചേതന പറയാറില്ലേ? സത് ചിത് അനന്ത സ്വരൂപം എന്ന് പറയാം. സത്യം, ചൈതന്യം, ആനന്ദം നിറഞ്ഞത്, ചേതന. കറണ്ട് മുഴുവൻ എവിടെയാണ്? ആത്മാവിലാണ്. ആത്മാവാണ് കറണ്ട് സപ്ലൈ ഈ ബോഡിക്ക് മുഴുവൻ നൽകണം. അതുകൊണ്ടാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ, ആത്മാവ് പോയി കഴിഞ്ഞാൽ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ എല്ലാ ഉപകരണവും ഉണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തിക്കില്ല. അപ്പം നമ്മൾ എന്ത് പറയും? ഇന്നാള് മരിച്ചു, അങ്ങനെയല്ലേ പറയുക? നമ്മൾ പറയും ഇന്നാള് പോയി എന്നാ പറയാം. ആള് പോയി, അങ്ങനെയല്ലേ പറയാ? ആള് പോയി. അപ്പം ആളാരായിരുന്നു? പോയത് ആത്മാവാ. ആള് പോയി, അപ്പൊ പോയത് ആത്മാവാണ്. അപ്പൊ ആരാണ് ആള്? ആളാരായിരുന്നു? ആത്മാവ്. ആത്മാവ് നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഊർജമാണ്. കറണ്ടിനെ കാണാൻ പറ്റൂ? ഇല്ല. ശബ്ദം കേൾക്കാൻ പറ്റും, ലൈറ്റ്, വെളിച്ചം കിട്ടുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഫാനിനെ പ്രവർത്തിപ്പിക്കുന്ന, ഈ ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുന്ന, ഈ മൈക്കിനെ പ്രവർത്തിപ്പിക്കുന്ന കറണ്ടിനെ, ഊർജത്തെ കാണാൻ കഴിയൂ? ഇല്ല. അനുഭവിക്കാൻ കഴിയും, ശബ്ദമായിട്ട്, വെളിച്ചമായിട്ട്, കാറ്റായിട്ട്, അല്ലേ? അതേപോലെ ആത്മാവീ ചേതന ഈ ശരീരത്തിലുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല ആത്മാവിനെ. ഈ കണ്ണുകൊണ്ടും കാണാൻ പറ്റില്ല. സയൻസ് ഇന്ന് വരെ വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണങ്ങൾക്കും ആത്മാവിനെ കാണാനോ കാണിച്ചു തരാനോ പറ്റില്ല. കാരണം ആത്മാവ് ഊർജമാണ്. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത
അതിസൂക്ഷ്മമായ ചേതന. അതിനെയാണ് ആചാര്യന്മാർ പറയണത് സൂക്ഷ്മാതിസൂക്ഷ്മം. പക്ഷേ ആത്മാവാകുന്ന കറണ്ട് ഈ ശരീരത്തിലുണ്ട്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. എങ്ങനെ അനുഭവിക്കാം? കാണാൻ, കേൾക്കാൻ, സംസാരിക്കാൻ, നടക്കാൻ. നമ്മുടെ ഈ ശരീരത്തിലെ എല്ലാ അവയവവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഓർത്ത് ഇതിൻ്റെ ഉള്ളിൽ കറണ്ടുണ്ട്. ആത്മാവാകുന്ന കറണ്ട് ഉണ്ട്. കറണ്ട് പോയ ഉപകരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തിക്കില്ല. ഇനി എന്നാ ചോദിക്കും, ചിലർക്ക് കണ്ണ് കാണില്ലല്ലോ ആത്മാവുണ്ടെങ്കിലും, ചിലർക്ക് കേൾക്കാൻ പറ്റാത്തവരുണ്ടല്ലോ. ഉണ്ട് അല്ലേ? കാരണം എന്താ? ഉപകരണം കേടാണ്. കാത് കേടാണെങ്കിൽ ആത്മാവുണ്ടെങ്കിലും ചിലർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം നോക്കൂ, മൈക്ക് കേടാണെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. ഫാൻ കേടാണെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലും ഫാൻ തിരിയില്ല. നമ്മൾ സ്വിച്ച് ഇടും, കറണ്ടുണ്ട്, എന്നിട്ടും വർക്ക് ചെയ്യണില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എന്തോ കേടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ച് നന്നാക്കാനേ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? കളയാനേ പറ്റുള്ളൂ അല്ലേ? അപ്പം അതേപോലെ കറണ്ടുണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിലും കാണാൻ, കേൾക്കാൻ, സംസാരിക്കാൻ പറ്റണില്ല അർത്ഥ ഉപകരണം കേടാണ്. അപ്പോൾ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന ഞാൻ ആത്മാവാണ്. ഇനി ആത്മാവാകുന്ന ഞാൻ, ഈ കറണ്ട് ചൈതന്യം ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് നമ്മുടെ ഈ ഭ്രൂമധ്യത്തിലാണ്. ഇതാണ് ഡ്രൈവിംഗ് സീറ്റ്. പറയില്ല, ഈ ശരീരം ഒരു കാറാണെങ്കിൽ ഈ ആത്മാവ് ഡ്രൈവറെ പോലെ. ഡ്രൈവർ എപ്പോഴും എവിടെ ഇരിക്കുക? ഡ്രൈവിംഗ് സീറ്റിലെ. ഒരു കാറ് അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലെ ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? വണ്ടി ഓടിക്കാനുള്ള സാമഗ്രികളെല്ലാം ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവർക്ക് ആ സീറ്റിൽ തന്നെ ഇരിക്കണം. അതേപോലെ നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ് ആത്മാവാകുന്ന ഡ്രൈവർ. അപ്പോൾ ആത്മാവാകുന്ന ഡ്രൈവർക്കും ഈ ശരീരത്തിൽ ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ഏതാ സ്ഥലം? നമ്മുടെ മുഴുവൻ ശരീരത്തിൻ്റെ കൺട്രോൾ എവിടുന്നാ നടക്കണേ? ശരീരത്തിൻ്റെ മുഴുവൻ കൺട്രോൾ എവിടെയാ? തലച്ചോറിൽ ആണല്ലോ. അതിന് നമുക്കാർക്കും രണ്ടഭിപ്രായമില്ല. തലച്ചോറാണ്, ബ്രെയിനാണ് കൺട്രോൾ റൂം. ഈ ശരീരത്തിൽ നിന്ന് മുഴുവൻ നാഡികളുമായിട്ട് ബ്രെയിൻ, തലച്ചോറ് വഴി നാഡീവ്യൂഹങ്ങളുമായിട്ട് ശരീരത്തിലെ ഓരോ അവയവവും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് നമ്മൾ പറയില്ല, അതാണ് ശരീരത്തിലെ നാഡികൾ ഓരോ അവയവങ്ങൾക്കും കൊണ്ടുപോയി കൊടുക്കും. ഓരോ അവയവങ്ങളിൽ നിന്നുള്ള മെസ്സേജ് തിരിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരം. അപ്പോൾ ഈ കൺട്രോൾ റൂം, തലച്ചോറാകുന്ന ഈ കൺട്രോൾ റൂമിലിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന കൺട്രോളർ, ഡ്രൈവർ, ഓടിക്കുന്ന ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കുന്ന, തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്ന ഡ്രൈവറാണ്, കൺട്രോളറാണ് ആത്മാവ്. അതുകൊണ്ടാണ് ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ ഉൾപ്പെടെ ഒരവയവവും പ്രവർത്തിക്കില്ല അല്ലേ? ഇപ്പം നോക്കൂ, ഈ പ്രോഗ്രാം നടക്കണം, ഇവിടെ മൈക്ക് പ്രവർത്തിക്കണം, ഇതിൻ്റെ എല്ലാം കൺട്രോൾ സിസ്റ്റം അവിടെയാണ്. ഈ കൺട്രോൾ സിസ്റ്റം ഇതൊന്നും തനിയെ വർക്ക് ചെയ്യില്ല. ഇതെല്ലാം ജഡവസ്തുക്കളാണ്. ആംപ്ലിഫയർ തനിയെ വർക്ക് ചെയ്യില്ല. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സിസ്റ്റംസ് ഒന്നും തനിയെ വർക്ക് ചെയ്യില്ല. ഇതെല്ലാം വർക്ക് ചെയ്യിക്കാൻ അവിടെ ഒരു ആളിരിപ്പുണ്ട് ഇല്ലേ? ആ കൺട്രോളറുടെ കയ്യിൽ കൺട്രോളാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മുഴുവൻ കൺട്രോള് തലച്ചോറില്ല. പക്ഷേ തലച്ചോറിന് തനിയെ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിപ്പിക്കാൻ ആത്മാവ് വേണം. അതുകൊണ്ടാണ് ആത്മാവ് പോയ തലച്ചോറ് പോലും പ്രവർത്തിക്കാത്തത്. അതുകൊണ്ട് തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് അർത്ഥം നമ്മുടെ ഈ രണ്ട് പുരികങ്ങളുടെ നടുവിൽ നമ്മൾ പൊട്ടും ചന്ദനവും ഒക്കെ വയ്ക്കുന്ന സ്ഥാനം ഉണ്ടല്ലോ, ഈ സ്ഥാനം ഭ്രൂമധ്യം എന്ന് പറയുന്ന ഈ ഭാഗം, ഇതിൻ്റെ ഉള്ളിൽ തലച്ചോറിൻ്റെ മധ്യഭാഗത്തായിട്ട് ആത്മാവ് കുടികൊള്ളും. അതിസൂക്ഷ്മമായ ഒരു പ്രകാശം, ആകാശത്ത് നക്ഷത്രം പോലെ അല്ലെങ്കിൽ മിന്നാമിനുങ്ങ് പോലെയുള്ള ഒരു വെളുത്ത പ്രകാശം, അതിസൂക്ഷ്മം, കടുകുമണിയേക്കാളും ചെറുത്. കടുകുമണിയും നമുക്ക് കാണാം കണ്ണുകൊണ്ട്, പക്ഷെ ആത്മാവിനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അർത്ഥം തന്നെ എന്താ? അത്ര ചെറുത്, അത്ര സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മ ചേതനയാണ് ആത്മാവ്. ആ ആത്മാവാകുന്ന വെളിച്ചം ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, മരിക്കുമ്പോൾ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കളുടെ എല്ലാം വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡെഡ് ബോഡിയുടെ തലഭാഗത്ത് വെളിച്ചം വെക്കുമല്ലോ, വിളക്ക് കൊളുത്തി വെക്കില്ലേ? എന്തിനാ വെക്കണേ?
എന്തിനാ വിളക്ക് വയ്ക്കണേ? കാരണം അതിൽ നിന്ന് വെളിച്ചം പോയി, ആത്മാവാകുന്ന ദീപം പോയി. അത് ഓർമ്മിപ്പിക്കാനാണ് നമ്മളെ. ദീപം പോയി. ദീപം എവിടേക്ക് പോയി? ആത്മാവാകുന്ന വെളിച്ചം എവിടേക്ക് പോയി? എവിടേക്കാ പോണേ? മരണസമയത്ത് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ്, പോകുന്നത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് 3 മാസം 5 മാസ സമയത്തിൻ്റെ ആ സമയത്തുമ്പോൾ ആ ഗർഭത്തിലേക്കാണ് ആത്മാവ് പ്രവേശിക്കുക. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷം അല്ലെങ്കിൽ 20 വർഷമായി. 10 വർഷമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അർത്ഥം 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിട്ട് മറ്റെവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്. അഥവാ മരണം എപ്പോഴാണ് സംഭവിക്കണേ? മരണം നടക്കണമെങ്കിൽ ഇപ്പം നോക്കൂ, ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഞാൻ ഇത് കഴിഞ്ഞു പോയി, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ചു, ഞാൻ മരിച്ചു. ആ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഇന്ന് ഞങ്ങളോട് സംസാരിച്ച സിസ്റ്ററാണല്ലോ, എങ്ങനെ മരിച്ചു ഇത്ര പെട്ടെന്നോ? നമുക്ക് മരണത്തിന് ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രായം ഒരു കാരണമല്ല. നമ്മൾ ആരാണെന്നോ, നമുക്ക് എത്ര പ്രായമുണ്ടെന്നോ, നമ്മൾ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ, പൈസയുണ്ടോ പൈസയില്ല, ഇതൊന്നും മരണത്തിന് ബാധകമല്ല. മരണം എപ്പോഴാണ് സംഭവിക്കണേ? എനിക്ക് ഇന്ന് മരണം സംഭവിക്കുന്നു അർത്ഥം ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഞാൻ ആത്മാവ് എനിക്ക് അടുത്ത വസ്ത്രം ഇവിടെ റെഡിയായോ, അടുത്ത അമ്മയുടെ ഗർഭം എനിക്ക് റെഡിയായെങ്കിൽ, അവിടേക്ക് പോകാൻ എനിക്ക് സമയമായെങ്കിൽ, ഈ ശരീരത്തിന് എനിക്ക് 20 വയസ്സാകട്ടെ 40 വയസ്സാകട്ടെ 50 വയസ്സാകട്ടെ, പക്ഷെ എനിക്ക് അടുത്ത വസ്ത്രം എടുക്കാൻ സമയമായെങ്കിൽ ഞാൻ ഈ വസ്ത്രം കളയും. അതുകൊണ്ട് ഈ ശരീരത്തിന് എത്ര പ്രായമായി എന്നുള്ളതൊരു വിഷയമല്ല. പിന്നെയോ ആത്മാവാകുന്ന ഈ ചൈതന്യത്തിന്, ഊർജത്തിന് അടുത്ത വസ്ത്രം റെഡിയായെന്നുണ്ടെങ്കിൽ എനിക്ക് പോകണം. ഇനി എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം കളയണം. ഇനി ഈ വസ്ത്രം കളയണമെങ്കിൽ ഇത് കേടുവരണം. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കേടുവരാൻ ഒന്നെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ ഇതൊരു നിമിത്തം മാത്രമാണ്. അസുഖമാകട്ടെ, അപകട മരണമാകട്ടെ, എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിലർ പറയണ കേട്ടിട്ടില്ലേ, ഓഹോ ഇപ്പം അങ്ങോട്ട് റോഡിലേക്ക് കയറിയതേ ഉള്ളൂ, വണ്ടി വന്ന് തട്ടി അപ്പം തന്നെ മരിച്ചു. ആ റോഡിൽ കൂടെ ആൾ ദിവസവും പോകുന്നതാ, അപ്പോഴൊന്നും വണ്ടി വന്നില്ല, അപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് തട്ടിയില്ല, മരിച്ചില്ല, ദിവസവും പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്ന ദിവസം ഞാൻ റോഡിൽ കയറിയതും വണ്ടി തട്ടിയ അർത്ഥം എന്താ? ഉടനെ എനിക്ക് മരണം സംഭവിച്ചു അർത്ഥം എന്താ? എനിക്ക് പോകാൻ സമയമായി. ആർക്ക്? ആത്മാവിന്. അപ്പം എനിക്ക് ഈ വസ്ത്രം കളയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിമിത്താകണം. അപ്പോൾ ഈ വസ്ത്രം കേടാവാൻ ഒരു നിമിത്തം മാത്രമാണ് ഏത്? ആക്സിഡൻറ്റ്. പക്ഷെ നമ്മളെന്ത് വിചാരിക്കും? ചെറുപ്പക്കാർക്കാണ് ആക്സിഡൻറ്റ് പറ്റിയ ഉടനെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താ? അയ്യോ എൻ്റെ ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചുവല്ലോ, ഇത്ര വയസ്സല്ലേ ഉള്ളൂ, 10 വയസ്സല്ലേ 25 വയസ്സല്ലേ 40 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചുവല്ലോ. അപ്പം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ദുഃഖം. കാരണം നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്ന അവരോട് സ്നേഹം ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അവരുടെ വേർപാട് നമുക്ക് സഹിക്കാൻ പറ്റില്ലേ? പക്ഷേ വാസ്തവികത, ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീരാ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുള്ളൂ. അപ്പം മരണത്തെ പ്രതിയുള്ള ദുഃഖവും മരണത്തെ പ്രതിയുള്ള ഭയവും നമുക്കില്ലാണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ബോധം വേണം? മരണം എന്താ മരണം? ഒരു വസ്ത്രം കളയുന്നു, അടുത്ത വസ്ത്രം എടുക്കാൻ പോകുന്നു. ഈ വസ്ത്രം കളയുന്നതിനെ മരണം എന്ന് പറയും, അടുത്ത വസ്ത്രം എടുക്കുന്നതിന് ജനനം എന്ന് പറയും. ഒരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ജനിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരിടത്ത് മരണം നടന്നിരിക്കണം. അതുകൊണ്ട് നമ്മൾ പാട്ടിൽ പാടാറില്ലേ, ഒരിടത്ത് മരണം ഒരിടത്ത് ജനനം. മരിക്കുന്നിടത്ത് എല്ലാവരും ഇരുന്ന് കരയും, അതേസമയം വേറൊരു സ്ഥലത്ത് കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പം അതിൽ നമ്മൾ എന്താ തിരിച്ചറിയണ്ടേ? ആത്മാവിന് ഒരിക്കലും മരണമില്ല. മരണം ഏതിന് മാത്രമേ ഉള്ളൂ? നാശം
ശരീരത്തിന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും ഇനിയല്ല, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മരണത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവായി എനിക്ക് ഒരിക്കലും മരണം ഇല്ല. ഞാൻ മരിക്കില്ല. എന്ത് മാത്രമേ നടക്കുള്ളൂ? വസ്ത്രം മാറുക. ഇനി ഞാൻ നാളെ മരിച്ചാലും എൻ്റെ ഈ ഡ്രസ്സ് കളയണു, അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോണു, അടുത്തൊരു വീട്, അടുത്ത ഒരച്ഛൻ, മറ്റൊരു കുടുംബം, അവിടെ നമ്മളൊരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് അവിടെ ജീവിക്കുന്നു. അപ്പോൾ ഒരാൾ മരിച്ചിട്ട് 5 വർഷമായി, അർത്ഥം എന്താ? 5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയായിട്ട് മറ്റെവിടെയോ ജീവിക്കുന്നുണ്ടോ? ചിലപ്പോൾ നാട് മാറും. ഇനി ഇവിടെ നമ്മൾ മരിച്ച ഇവിടെ തന്നെ ജനിക്കണമെന്നൊന്നുമില്ല. ഇനി പാലക്കാട് ജനിച്ചു, അല്ലെങ്കിൽ മൂത്തന്തരയിലാണ് നമ്മൾ, അതുകൊണ്ട് ഞാൻ മൂത്തന്തരയിൽ തന്നെ ഏതെങ്കിലും വീട്ടിൽ ജനിക്കണം, അതൊന്നും നിർബന്ധമില്ല. കാരണം എന്താ? ആത്മാവിലെ കർമ്മ എങ്ങനെയാ? ആരോടൊപ്പമാണ്? ആത്മാവിന് ആരോടൊപ്പം കർമ്മം ഉണ്ടോ അവരോടൊപ്പം തന്നെ പോയി ജനിക്കുള്ളൂ, അവിടെ തന്നെ പോയി ജനിക്കുള്ളൂ. ഇപ്പോൾ പാലക്കാട് ഇത്രയും വലിയ ജില്ലയാണ്. നിങ്ങൾ മെജോറിറ്റിയും ഈ പ്രദേശത്തിൽ, ഈ ചുറ്റുപാടിലായിരിക്കുമല്ലോ നിങ്ങളുടെ വീട്. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് തന്നെ ജീവിക്കുക, ജനിച്ചു, ഇന്നാൾ അച്ഛൻ, ഇന്നാൾ അമ്മ, അല്ലേ, ഇന്നാൾ സഹോദരങ്ങൾ, ഇന്നാൾ നമ്മുടെ ഹസ്ബൻഡ്, ഇന്നാൾ നമ്മുടെ വൈഫ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഏതാത്മാവിനോടൊപ്പമാണോ നമുക്ക് നമ്മുടെ കടങ്ങളുള്ളത്, ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കണേ, ആ വീട്ടിൽ തന്നെ വന്നിരിക്കണേ. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, നമുക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകണമെങ്കിൽ, ഭയത്തിൽ നിന്ന് മുക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ തിരിച്ചറിവ്. ഞാൻ ആരാണെന്ന തിരിച്ചറിവ്. ഞാൻ അവിനാശിയായ ആത്മാവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതാജ്ഞാനം അർജുനന് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ആദ്യ അധ്യായം നിങ്ങൾ നോക്കിക്കോളൂ, ഗീതയിൽ വിഷാദത്തോടെ ഇരിക്കുന്ന അർജുനനെ വിഷാദം മാറ്റാൻ ആത്മാവിൻ്റെ ജ്ഞാനമാണ് കൊടുക്കണേ. എൻ്റെ ഭഗവാൻ എന്താ പറയണേ? അർജുന, നിന്റെ അമ്പേറ്റ് ആരും മരിക്കില്ല, നിനക്കാരെയും കൊല്ലാനും പറ്റില്ല. എന്താ കാരണം? ഇപ്പം നമുക്ക് മനസ്സിലായി. എന്താ കാരണം? അമ്പേറ്റാൽ ഏതേ നശിക്കുള്ളൂ, ശരീരേ പോവുള്ളൂ, ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല. ആത്മാവ് എവിടേക്ക് പോവും? അടുത്ത ഗർഭത്തിലേക്ക് പോവും, അവിടെ പോയി കുട്ടിയായിട്ട് ജനിക്കും. ഇപ്പം നമുക്ക് ബോംബ് വീണു, 1000 പേര് മരിച്ചു, നമ്മൾ ന്യൂസ് കേട്ടു. ശരി, 1000 പേരുടെ ശരീരം പോയി. പക്ഷെ 1000 ആത്മാക്കളും ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടേക്ക് പോവും? അടുത്ത 1000 ഗർഭത്തിലേക്കാണ് പോണേ. പല സ്ഥലങ്ങളിൽ പോയി അമ്മയുടെ ഗർഭത്തിലേക്ക് ജനിക്കുക. ബോംബിന് ഏതിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ? ശരീരത്തെ. അഗ്നിക്ക് കത്തിക്കാൻ ദേഹത്തെ കത്തിക്കാൻ പറ്റൂ, ആത്മാവിനെ കത്തിക്കാൻ പറ്റും. ഇനി വാളുകൊണ്ട് വെട്ടി ശരീരത്തെ മുറിക്കാൻ പറ്റുള്ളൂ, ആരെ മുറിക്കാൻ പറ്റില്ല? ആത്മാവിനെ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണേ, ആത്മാവിനെ വാളുകൊണ്ട് വെട്ടി മുറിക്കാൻ പറ്റില്ല, കാറ്റിന് ഉണക്കാൻ പറ്റില്ല, അഗ്നിക്ക് കത്തിച്ചു കളയാനും പറ്റില്ല, വെള്ളത്തിന് മുക്കിക്കളയാനും കഴിയില്ല. അങ്ങനെയുള്ള അവിനാശിയായ അനശ്വരനായ ഊർജമാണ് ഞാൻ, ആത്മാവ്. ആ അനശ്വരതയെ ഓർമ്മിക്കാൻ നമ്മൾ ആത്മാവാണെന്നും നമുക്ക് ചൈതന്യമായി നമുക്കൊരിക്കലും മരണമില്ല, ആ സ്മൃതി ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും തിലകം തൊടണേ, പൊട്ടുവെക്കണേ. നമ്മൾ പറയില്ലേ, ചന്ദനം ഇടണം, പൊട്ടുവെക്കണം. എന്തിനാ പൊട്ടിടണേ? എല്ലാവരും പൊട്ടിടണു, നമ്മളും പൊട്ടിടണു, അല്ലേ? എല്ലാവരും ചന്ദനം വയ്ക്കണു, അമ്പലത്തിൽ പോയാൽ ചന്ദനം വയ്ക്കണം ആണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അർത്ഥമുണ്ട്. ഇന്ന് നമുക്കെല്ലാം ആചാരം മാത്രമായിട്ട് മാറി. പക്ഷേ ഈ ആചാരങ്ങൾക്ക് പിന്നിലെ അർത്ഥം എന്താണ്? ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടേ. ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ നമ്മളോട് ചന്ദനം വാങ്ങിയിട്ട് നെറ്റിത്തടത്തിൽ ഇടാൻ എന്തിനാ പറയണേ? ഭഗവാനുമായിട്ട് ബന്ധം ആർക്കാണ്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാ. ഇവിടെ ഇരിക്കുന്ന ആളാരാണ്? ആത്മാവ്. ഈ ശരീരത്തിൻ്റെ ബന്ധം വീട്ടിലുണ്ട്, ശരീരത്തിൻ്റെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ആരെ കാണാനാ? ഭഗവാനെ. പക്ഷെ ഭഗവാനെ കണക്ഷൻ ആരുമായിട്ടാണ്? ഈ ദേഹവുമായിട്ടല്ല. ആരുമായിട്ടാണ്? ദേഹിയായിട്ടാണ്, ആത്മാവുമായിട്ടാണ്. അപ്പം നമ്മളോട് തിലകം തൊടാൻ എന്തിനാ പറയണേ? ആരാണെന്ന് ഓർമ്മിക്കാൻ. ആത്മാവാണ് ഞാൻ, ആ സ്മൃതി ഉണർത്താനാണ് ഈ തിലകം. നമ്മൾ ഈ തിലകം ചിലപ്പോൾ കുളിക്കുമ്പോൾ മാഞ്ഞു പോവും, വെള്ളം തൊട്ടാൽ മാഞ്ഞു പോവും, കൈ തൊട്ടാൽ മാഞ്ഞു പോവും. പക്ഷെ ഏത് മായരുത്? സ്മൃതി, സ്മരണ, ബോധം, തിരിച്ചറിവ്.
അത് നമ്മളിൽ മായാതെ നിലനിൽക്കണം. ഞാൻ ആരാണെന്ന തിരിച്ചറിവ്, ഞാൻ ചൈതന്യ ആത്മാവാണെന്ന ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനാണ് പണ്ട് നമ്മളോട് തിലകം തൊടൂ പറഞ്ഞത്, പൊട്ടുവയ്ക്കൂ പറഞ്ഞത്. ഇന്ന് നമുക്ക് പൊട്ടുവയ്ക്കുന്നൊരു ഫാഷൻ മാത്രമാണ്. പൊട്ടുകളിൽ തന്നെ എത്ര വെറൈറ്റിയാ അല്ലേ? പൊട്ടുകൾ നമ്മളിപ്പോൾ ഇടുന്നതേ കൂടുതൽ എന്തിനാണ്? ഫാഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ. മറിച്ച് ആത്മസ്മൃതിയോടുകൂടി നമ്മൾ എത്ര പേര് പൊട്ടുവയ്ക്കുന്നുണ്ട്, തിലകം വയ്ക്കുന്നുണ്ട്. ഞാൻ ഊർജമാണ്, ചൈതന്യമാണ്, ആത്മാവാണ്. ഇനി ഞാൻ ആരെ കാണുമ്പോഴും, ആരുടെ മുഖത്ത്, ആരുടെ നെറ്റിത്തരത്തിൽ പൊട്ട് കാണുമ്പോഴും, തിലകം കാണുമ്പോഴും, ചന്ദനം കാണുമ്പോഴും എനിക്ക് എന്താ ഓർമ്മ വരണം? നമ്മൾ പറയില്ലേ, ഏതൊരു ഭാരതീയനെ എവിടെ പോയാലും തിലകം കൊണ്ട് തിരിച്ചറിയാന്ന് പറയും. അപ്പം ഈ തിലകം കാണുമ്പോൾ എന്താ ഓർമ്മ വരേണ്ടത്? എന്താ ഓർമ്മ വരേണ്ടത്? ഞാൻ ആരെയെ കാണുന്നത്? ഇതൊരാത്മാവാണ്, ഇതൊരാത്മാവാണ്, ഊർജമാണ്. ഈ ആത്മാവ് ആര് തന്നെയാ? എൻ്റെ സഹോദരാത്മാവാണ്. ആ സാഹോദര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തിലകം കാണുമ്പോഴെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദേഹത്തെ കാണുള്ളൂ, സ്ത്രീയായിട്ടേ കാണൂ, പുരുഷനായിട്ടേ കാണൂ. സ്ത്രീ എന്ന് പറയുന്നത് ഈ ശരീരത്തിന് കിട്ടിയ, നമ്മൾ ഈ ശരീരത്തിനെ സംബന്ധിച്ച് മാത്രമാണ് സ്ത്രീയും പുരുഷനും. ആത്മാവിന് സ്ത്രീയെന്നും വ്യത്യാസമില്ല, പുരുഷനെന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ എന്താ പറയാറുള്ളത്? ആത്മാവിനെ കുറിക്കുന്നത് പുരുഷൻ എന്നുള്ള ശബ്ദത്തിൽ. പ്രകൃതി, പുരുഷൻ, പരമാത്മാ, 3 ശബ്ദമേ ഉള്ളൂ. പ്രകൃതി എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങൾ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, പരമാത്മാ ഈശ്വരൻ. ഈ 3 ശബ്ദമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ശരീരത്തിലാണ് ഈ വ്യത്യാസം. പക്ഷെ സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിലും പുരുഷന്റെ ശരീരത്തിലാണെങ്കിലും ആത്മാവ് പുരുഷനാണ്, ഊർജമാണ്. അതുകൊണ്ട് നമുക്ക് ഒരാൾക്കും ഈ ബോധം വരരുത്, ഞാൻ സ്ത്രീയാണ്, അല്ലെ ഞാൻ പുരുഷൻ, ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്. ആ ബോധമല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ നമുക്ക് ഏത് ബോധം വേണം? പുരുഷത്വ ബോധം, ആത്മബോധം. ഞാൻ ആത്മാവാണ്. സ്ത്രീയാണെങ്കിൽ അയ്യോ ഞാൻ സ്ത്രീയാണല്ലോ, എനിക്ക് ഇത്രേ പറ്റൂ, അല്ലെ ഞാൻ പുരുഷനാണ്, എനിക്ക് ഇങ്ങനെയാണ്. ഞാൻ ആരാണ്? ചൈതന്യാത്മാവാണ്. ആത്മാവാണെന്ന ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞുനാൾ മുതൽ നമ്മൾ ആ സ്മരണയിൽ ജീവിക്കുകയാണെങ്കിൽ, ശരീരം കൊണ്ട് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഞാൻ ചൈതന്യാത്മാവാണെന്ന ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മീയമായ ബോധത്തിൽ നമ്മൾ ഇടപഴകാൻ തുടങ്ങും. ഇപ്പം നമ്മൾ പുരുഷനെ കണ്ട പുരുഷൻ, സ്ത്രീയെ കണ്ട സ്ത്രീ. അപ്പൊ സ്ത്രീക്ക് ഒരു പുരുഷനെ കാണുമ്പോൾ എന്താ ഭാവം? ദേഹത്തെ കണ്ട നമുക്ക് കാമവികാരം തോന്നും, ക്രോധം വരും. ശത്രുവിനെ കണ്ട, ആണോ അല്ലയോ? കഴിവുകളുടെ മേലെ അഹങ്കാരം വരും. അപ്പൊ കാമാകട്ടെ, ക്രോധാകട്ടെ, അഹങ്കാരാകട്ടെ, അസൂയാകട്ടെ, ശത്രുതയാകട്ടെ, ഈ ദുശീലങ്ങൾ, ഈ അഴുക്കുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഏത് ബോധം വേണം? ഞാൻ ആത്മാവാണ്, ശുദ്ധാത്മാവാണ്. അതാണ് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ആദ്യം പഠിപ്പിച്ച പാഠം. ഫസ്റ്റ് പാഠം അതാണ് പഠിച്ചിരുന്നത്, ആത്മവിദ്യ, ഞാൻ ആത്മാവാണെന്ന പാഠം. ഇന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും എത്ര ഡോക്ടറേറ്റുകൾ സമ്പാദിച്ചിറങ്ങി വന്നാൽ ഏത് പാഠം മാത്രം പഠിക്കില്ല? ഞാൻ ആരാണെന്ന പഠിപ്പ് മാത്രമല്ല. ശരീരത്തെ കീറി മുറിച്ച് പഠിപ്പിക്കും, ആകാശത്തിലൂടെ പോകുന്നതിനെല്ലാം പഠിപ്പിക്കും, വെള്ളത്തിനടിയിൽ കൂടി പോകുന്നത് വരെ പഠിക്കും. ഏത് മാത്രം പഠിക്കില്ല? ഞാൻ ആരാ, എൻ്റെ കൂടെയുള്ളതെല്ലാവരും ആരാണ്. ഈ തിരിച്ചറിവ്, ഈ പഠിപ്പ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് കിട്ടണില്ല. അതുകൊണ്ട് ഈ പഠിപ്പ് നമുക്ക് എവിടുന്ന് കിട്ടൂ? ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആത്മീയ പഠനം വേറെ പഠിക്കേണ്ട ആവശ്യം. പണ്ടത് ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ആദ്യം ആത്മപഠനമാണ്, അതിനുശേഷമേ ബാക്കി പഠനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദുഃഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകാൻ ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരണം. ആദ്യം നമുക്ക് ഈ ബോധം വേണം, ഞാൻ ആത്മാവാണ്, ചൈതന്യമാണ്, പ്രകാശമാണ്. എവിടെ ഇരിക്കണേ? ഭ്രൂമധ്യത്തിൽ, ഇതിനുള്ളിൽ അതിസൂക്ഷ്മമായ വെളിച്ചം. ഈ വെളിച്ചം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് ഈ 2 ജന്മങ്ങളും മാറി മാറി എടുക്കണം ആത്മാവിന്. അല്ലാതെ പുരുഷൻ എന്നെന്നും പുരുഷനായിട്ടല്ല ജനിക്കുക, സ്ത്രീ എന്നെന്നും സ്ത്രീയായിട്ടും അല്ല ജനിക്കുക. 2 ജന്മവും നമുക്ക് മാറി മാറി വരും. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ മരണശേഷം ഒരു ജന്മ സ്ത്രീയാകാം, ചിലപ്പോൾ അടുത്ത ജന്മം
പുരുഷനാകാം. നമുക്ക് ഈ 2 ജന്മവും മാറി മാറി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാവിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദഭാവമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ത്രീകളിൽ തന്നെ പൗരുഷ സ്വഭാവം നമുക്ക് കാണാം, ചില പുരുഷന്മാരിൽ സ്ത്രൈണ സംസ്കാരങ്ങൾ, സ്ത്രീകളുടേതായ സ്വഭാവങ്ങൾ നമുക്ക് കാണാം. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? തൊട്ടു മുമ്പലത്തെ ജന്മത്തിൽ, അപ്പം കഴിഞ്ഞ ജന്മം ഞാൻ പുരുഷനായിരുന്നു, ആണായിട്ടാണ് ജനിച്ചതെങ്കിൽ എൻ്റെ മരണശേഷം ആത്മാവിന് അടുത്ത ജന്മം, ഈ ജന്മം ഞാൻ സ്ത്രീയായിട്ട് ജനിച്ചാൽ തൊട്ടു മുമ്പലത്തെ ജന്മത്തിലെ ആണിൻ്റെ സ്വഭാവം കുറച്ച് സ്ത്രീയാണെങ്കിലും ഞാനിപ്പോൾ കുറച്ച് കാണിക്കും തൊട്ടടുത്ത ജന്മത്തിൽ. ഇനി ഞാൻ മരിച്ചിട്ട് പോയിട്ട് സ്ത്രീയായിട്ട് ഇരിക്കേ എനിക്ക് മരണം ഉണ്ടായി, പിന്നെ അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പോകുമ്പോൾ എനിക്ക് വീണ്ടും പെൺകുട്ടിയായിട്ട് തന്നെയാണ് ജനനമെങ്കിൽ പെൺകുട്ടിയുടെ സംസ്കാരം തന്നെ കൂടുതൽ കാണപ്പെടുള്ളൂ നമ്മളിൽ. അപ്പോൾ അടുത്ത ജന്മത്തിൽ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് മാറുമ്പോഴാണ് ആ വ്യത്യാസം നമുക്ക് കുറച്ച് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 ജന്മങ്ങളും നമുക്ക് മാറി മാറി എടുക്കണം. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാവാകുന്ന ഈ പ്രകാശം, ചൈതന്യം, ആത്മാവിലെന്താ ഉള്ളത്? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കണം, ദേഷ്യത്തെ ജയിക്കണം, ക്രോധത്തെ ജയിക്കണം. പക്ഷെ ദേഷ്യം നമ്മുടെ എങ്ങനെയില്ല ഉണ്ടാകും? ആത്മാവ്, ഈ ചൈതന്യം ഇതിനുള്ളിലുള്ളത്, ആത്മാവ് ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചത്തിനുള്ളിലുള്ളത് എന്താണ്? ഇപ്പം ശരീരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും നമ്മൾ പഠിച്ചു, ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കണതാ? ശരീരത്തിൽ എന്താ ഉള്ളത്? 5 തത്വം അല്ലേ? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ശരീരം. ഇതിലെന്തൊക്കെയുണ്ട്? ശരീരത്തിൽ എന്തൊക്കെയുള്ളത്? ശരീരം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കണേ? പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? 5 തത്വങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, വായു, വെള്ളം, ആകാശം, അഗ്നി അല്ലേ? 5 തത്വം കൊണ്ട് നിർമ്മിച്ചത്. അതിൻ്റെ തെളിവുണ്ടല്ലോ, നോക്കൂ. നമുക്ക് ഈ മണ്ണിൽ വിളഞ്ഞ സാധനങ്ങൾ കഴിക്കണം. ഭക്ഷണം വേണ്ട ശരീരത്തിന്. ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അധികം നാളിരിക്കാൻ പറ്റില്ല. വെള്ളം ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ശരീരത്തിൽ 75% വെള്ളമാണ്. അപ്പം നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ഇനി ചൂട്, അഗ്നിതത്വം ശരീരത്തിലുണ്ട്. ആ അഗ്നിതത്വമാണല്ലോ നമ്മുടെ ആഹാരത്തെ ദഹിപ്പിക്കുന്നത്, ശരീരത്തിൻ്റെ താപനില ബാലൻസ് ചെയ്യണത്. അതുകൊണ്ടാണ് നമുക്ക് ചൂട് കൂടിയ പനി പിടിക്കും, ചൂട് കുറഞ്ഞ കോൾഡ്, ജലദോഷാകും. കാരണം എന്താ? താപനില ബാലൻസ് ആയിരിക്കണം. ആകാശതത്വവും ശരീരത്തിൽ കലി സ്ഥലങ്ങളിലെല്ലാം ആകാശതത്വം ഉണ്ട്, അതും ബാലൻസ്ഡ് ആകണം അല്ലേ? നമ്മൾ പറയില്ലേ ഗ്യാസ് പ്രോബ്ലം, അത് ഇത് അല്ലേ? അപ്പോൾ ഈ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ 5 തത്വവും ബാലൻസ്ഡ് ആയിരിക്കണം. ഭക്ഷണത്തിൽ തെറ്റിച്ചാൽ, കുടിക്കണ വെള്ളത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരുന്നാൽ എല്ലാം പ്രശ്നമാണ്, എല്ലാം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, പ്രകൃതിയിൽ 5 തത്വങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ എഫക്റ്റും നമ്മളെ ബാധിക്കും ഇല്ലേ? മഴക്കാലമായ കുറച്ച് അസുഖം വരും, ചൂടുകാലമായ കുറച്ച് അസുഖം വരും ഇല്ലേ? തണുപ്പ് കാലമാകുമ്പോൾ കുറച്ച് അസുഖം വരും. കാരണം എന്താ? പ്രകൃതിയുടെ 5 തത്വങ്ങളിൽ ഉണ്ടാകുന്ന കയറ്റയിറക്കം ഏതിനെ ബാധിക്കും? ഈ പ്രകൃതിയെ ബാധിക്കും. കാരണം അതേ 5 തത്വം കൊണ്ടാണിത് ഉണ്ടാക്കിയിരിക്കണം. ഇനി ഈ പ്രകൃതി, ശരീരമാകുന്ന പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്ന പുരുഷൻ, ആത്മാവാകുന്ന ഊർജത്തിൽ എന്താ ഉള്ളത്? ഇതിലുള്ളത് 5 തത്വമാണ്. ആത്മാവ് ഒരു വെളിച്ചമാണ്. ആത്മാവാകുന്ന വെളിച്ചത്തിലുള്ളത്, ആത്മാവിലുള്ളത് എന്താണ്? ആത്മാവിൽ എന്താ ഉള്ളത്? നോക്കൂ, വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം. എന്താ കാര്യം? ഈ ശരീരം അല്ലേ പ്രവർത്തിക്കാൻ നമുക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ. ദാഹിക്കുമ്പോൾ വെള്ളം തന്നെ വേണം. നമുക്ക് പെട്രോളോ മണ്ണെണ്ണയോ ഡീസലോ എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ശരീരത്തിൽ നിന്ന് വെള്ളം പോണേ. അപ്പം എന്ത് തന്നെ വേണം? വെള്ളമോ വെള്ളത്തിൻ്റെ അംശമുള്ള സാധനങ്ങളോ തന്നെ നമുക്ക് കുടിക്കാൻ വേണം അല്ലേ? ആണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെന്താ വേണ്ടേ? മനസ്സിനെന്താ വേണ്ടേ? ഒന്നും വേണ്ട. ശാന്തി വേണം, പിന്നെ സന്തോഷം വേണം, പിന്നെ സ്നേഹം വേണം. 90 വയസ്സായ മുത്തശ്ശനും എന്താ വേണ്ടേ? സ്നേഹം. പറയോ, ഞാൻ 90 വയസ്സായില്ല, ഇനി എനിക്ക് സ്നേഹമൊന്നും വേണ്ട? ആരെങ്കിലും പറയോ? ഇല്ല, ആരും പറയില്ല. അവസാന ശ്വാസം വരെ എന്താ ആഗ്രഹിക്കുന്നത്? എല്ലാവരും എന്നോട് സ്നേഹത്തോടെ പെരുമാറും. തുടക്കം മുതൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും നമുക്ക് എന്താ വേണ്ടേ? സ്നേഹം. ചെറുപ്പപ്രായത്തിൽ എന്താ വേണ്ടേ? എവിടുന്ന് സ്നേഹം കിട്ടണോ നമ്മൾ അവിടേക്ക് ചായും ഇല്ലേ?
എവിടുന്ന് സുഖം കിട്ടണോ അവിടേക്ക് ചായും, എവിടുന്ന് സന്തോഷം കിട്ടണോ അവിടേക്ക് കയറി പിടിക്കും. മനസ്സിനെന്താ ആവശ്യം? സുഖം, ശാന്തി, സ്നേഹം, അല്ലേ, സന്തോഷം, ശക്തി. മനഃശാന്തി എന്നല്ലേ പറയാ? മനഃശാന്തി, മനോസുഖം, മനഃശക്തി, അങ്ങനെയല്ലേ പറയാ? അപ്പം മനസ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കേ. ശാന്തി, സ്നേഹം, സുഖം, സന്തോഷം, ശക്തി. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? അറിവ്. എല്ലാം അറിയണം, 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 അറിയാനുള്ള ആഗ്രഹം. രാവിലെ പേപ്പർ തുറക്കണേ എന്തിനാ? ലോകത്തെന്താ നടക്കണേന്ന് അറിയണ്ടേ? ടി വി എന്തിനാ ഓൺ ചെയ്യണേ? അറിയണ്ടേ? ആരോടെങ്കിലും സംസാരിക്കണേ എന്തിനാ? അറിയാൻ, അറിയാൻ, അറിയാൻ. എല്ലാത്തിനെക്കുറിച്ചും അറിയാനുള്ള വ്യഗ്രതയാണ്. അപ്പോൾ അറിവും, അല്ലേ, ഈ ശുദ്ധിയും ശാന്തിയും സ്നേഹവും ശക്തിയും സന്തോഷവും, ഈ 7 ഗുണങ്ങളാണ് നമ്മൾ ആത്മാവെന്ന് പറഞ്ഞത്. മനസ്സിന് വേണ്ടത് അതാണ്. മനസ്സെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മാവെന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഈ 7 ഗുണങ്ങളാണ്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആത്മാവെന്ന് പറയുന്ന ചേതനയിലുള്ളത് 7 ഗുണങ്ങളാണ്. 7 ഗുണങ്ങൾ ചേരുന്നത് എന്തോ അതിൻ്റെ പേരാണ് ആത്മാവ്. ജ്ഞാനം, ശാന്തി, സ്നേഹം, ശുദ്ധി, ശക്തി, ആനന്ദം, സന്തോഷം. ഈ 7 ഗുണങ്ങൾ ചേരുന്നത് എന്തോ അതിൻ്റെ പേരാണ് ആത്മാവ്. ആത്മാവിൽ നിന്ന് ഇത് ശാന്തിയാണ്, ഇത് സ്നേഹമാണെന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റണതല്ല. ഇത് ചേരുന്നത് എന്തോ അതാണ് ആത്മ. അപ്പം നോക്കൂ, നമ്മളൊരു പൂ എടുത്തിട്ട് പറയുക, നമ്മൾ മണത്ത് നോക്കിയിട്ട് ആ പൂവിന് നല്ല മണമുണ്ട്, നല്ല സുഗന്ധമുണ്ട്. നമുക്കൊരാൾക്ക് സുഗന്ധം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പൂവിന് സുഗന്ധമില്ലേ? ഉണ്ട്. പക്ഷെ അതെനിക്ക് മണത്താലേ അറിയാൻ കഴിയുള്ളൂ. അതേപോലെ ആത്മാവിലെ ഈ 7 ഗുണങ്ങൾ, ഇത് ആത്മാവിനെ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട്. പിന്നെ ഗുണങ്ങളെ നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? നമ്മുടെ പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ. നമ്മൾ ആത്മാവിൽ, എന്നിൽ ശാന്തിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലെല്ലാം ശാന്തത കാണപ്പെടും. ആത്മാവായി എൻ്റെ ഉള്ളിൽ സ്നേഹം എത്രയുണ്ടോ അതിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പുറത്തേക്ക് കാണപ്പെടും. എൻ്റെ ഉള്ളിൽ ജ്ഞാനം, തിരിച്ചറിവ്, വിവേകം ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും വിവേകമുള്ളതായിരിക്കും. എൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി സഹിക്കേണ്ടടുത്ത് സഹിക്കാൻ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാൻ, തിരിച്ചറിയേണ്ടടുത്ത് തിരിച്ചറിയാൻ, തീരുമാനം എടുക്കേണ്ടടുത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ സ്ഥലത്തും ആ ശക്തി കാണപ്പെടും. പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ, വാക്കുകളിൽ, എല്ലാത്തിലും കാണപ്പെടും. അപ്പം ഈ 7 ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ, ആത്മാവിലുള്ള ഈ 7 ഗുണങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഗുണങ്ങൾ കുറഞ്ഞാൽ അതെന്തായിട്ട് വരും? അവഗുണമായിട്ട് വരും. അപ്പം നോക്കൂ, എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി കുറയാണെങ്കിൽ അത് കുറയുമ്പോൾ എന്തായിട്ട് പുറത്ത് വരും? ദേഷ്യം വരും. അപ്പം സഹിക്കേണ്ടടുത്ത് സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അപ്പം ശാന്തിയുടെ ശക്തി എൻ്റെ ഉള്ളിൽ കുറയുമ്പോഴാണ് എനിക്ക് എന്തുണ്ടാകണേ? ദേഷ്യം ഉണ്ടാകണേ. അപ്പം ദേഷ്യത്തിന് ഇല്ലാണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ദേഷ്യം പോട്ടെ 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 പറഞ്ഞാൽ ദേഷ്യം പോവില്ലേ? പിന്നെ ഇരുട്ട് പോട്ടെ പോട്ടെ എന്ന് ഈ റൂമിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇരുട്ട് പോവോ? ഇല്ല. സ്വിച്ച് എവിടാണെന്ന് കണ്ടുപിടിച്ച് സ്വിച്ചിട്ട് ലൈറ്റ് വരുമ്പോൾ ഇരുട്ട് പോകും. ലൈറ്റ് വന്നാലേ, വെളിച്ചം വന്നാലേ ഇരുട്ട് പോകുള്ളൂ. എൻ്റെ ദേഷ്യം മാറണമെങ്കിൽ അപ്പം ഞാൻ ഏത് വെളിച്ചം കൊണ്ടുവരണം? ക്രോധത്തിൻ്റെ ഇരുട്ടാണ്. ക്രോധം എന്നെ ഇരുട്ടിലേക്ക് കൊണ്ടുപോവുക. ക്രോധാഗ്നി എന്നല്ലേ പറയാ. ആ അഗ്നി എന്നെ കത്തിക്കുക, ആ അഗ്നിയെ തണുപ്പിക്കാൻ. അഗ്നിയെ തണുപ്പിക്കാൻ എന്ത് വേണം? ജലത്തിനേ പറ്റുള്ളൂ. അതുപോലെ ദേഷ്യത്തിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? ശാന്തി എന്ന് പറയുന്ന ശീതള ജലം ഉണ്ടെങ്കിലേ ക്രോധാഗ്നി ശമിക്കുള്ളൂ. സ്നേഹത്തിൻ്റെ ജലം കൊണ്ടേ വെറുപ്പിനെ ഇല്ലാണ്ട, അല്ല, വെറുപ്പ് പറഞ്ഞാൽ പോവില്ല. ഒരാളോടുള്ള വെറുപ്പ് നമുക്ക് പോണെങ്കിൽ അവരോട് നമുക്ക് സ്നേഹം വരണം. അപ്പോൾ വെറുപ്പ് ഓട്ടോമാറ്റിക്കലി. ഇപ്പം നോക്കൂ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്താലും നമുക്ക് അവരോട് വെറുപ്പ് തോന്നില്ല. എന്താ കാരണം? അവരോടുള്ള സ്നേഹം.
അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും പറയില്ലേ, കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നാ പറയാം. ഒരമ്മ വെറുക്കില്ലേ ഒരു കുട്ടിയെ? എന്ത് തെറ്റ് ചെയ്താലും പിന്നെ എന്ത് ചെയ്യും? എൻ്റെ മോൻ, എൻ്റെ മോൾ. എത്ര തെറ്റ് ചെയ്താലും ചിലപ്പോൾ ദേഷ്യം വന്ന് നമ്മളെ ചീത്ത പറയുന്നുണ്ടാവും, തല്ലുന്നുണ്ടാവും. എന്നാലും ഒരു അച്ഛൻ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വെറുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാ. അപ്പം നമ്മളെല്ലാവരും ചോദിക്കും, ഇത്രയും തെറ്റ് ചെയ്തില്ലേ, ഈ കുട്ടിയെ കളഞ്ഞുകൂടെ, അല്ലെങ്കിൽ പുറത്താക്കിക്കൂടെ? ഒരു അച്ഛനും അമ്മയ്ക്ക് പറ്റില്ല. എന്താ കാരണം? സ്നേഹം കൊണ്ട് എന്ത് മറക്കുകയാണ്? ആ തെറ്റിനെ ക്ഷമിക്കാൻ, പൊറുക്കാൻ, സഹിക്കാൻ കഴിയാൻ. അപ്പം എവിടെ സ്നേഹമുണ്ടോ അവിടെ വെറുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കതാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ജീവിതത്തിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതാ. ഇന്നിപ്പോൾ നോക്കൂ, ദേഷ്യം കൊണ്ട് എത്ര അസുഖങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ദേഷ്യമാണ്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവർ ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചുകൊണ്ടിരിക്കണം. ദേഷ്യം കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഷുഗർ വരണം, പെട്ടെന്ന് പ്രഷർ ഉണ്ടാകും. കാരണം എന്താ? ദേഷ്യം കൂടുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഒഴുക്കിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ മുഴുവൻ ഗതിയിൽ സ്പീഡ് കൂടുക, അല്ലേ? ദേഷ്യം വരുമ്പോൾ നമ്മളെ കണ്ടിട്ടില്ല, ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മുഖം തന്നെ എങ്ങനെയാ? കണ്ണെങ്ങനെ ഉണ്ടാവും? മുഖത്തിൻ്റെ ഷേപ്പ് എങ്ങനെയുണ്ടാവും? നമ്മൾ തന്നെ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഒന്ന് ആരോടെങ്കിലും എടുത്തു തരാൻ പറഞ്ഞാൽ മതി. ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ ഇപ്പം ക്യാമറ വെക്കണില്ലേ കടകളിലൊക്കെ, നമ്മുടെ വീട്ടിലോ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഒരു ക്യാമറ വെച്ചാൽ എങ്ങനെയുണ്ടാവും? ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ മുഴുവൻ ആക്ഷനും കൂടെ റെക്കോർഡ് ചെയ്തിട്ടൊന്നിട്ട് കണ്ടു നോക്കണം നമ്മൾ തന്നെ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാവിലെ മുതൽ വൈകുന്നവരെ നമ്മുടെ മൂഡ് എങ്ങനെ ചേഞ്ചാകും. ഒരു ദിവസം തന്നെ നമ്മൾ എത്ര തവണ ദേഷ്യപ്പെടുന്നുണ്ട്, അല്ലേ? പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, ഒരു വീട്ടിൽ ഒരു കോപം ഉള്ള ഒരാൾ, ക്രോധി ഉണ്ടായ ആ വീട്ടിലെ കുടത്തിലെ വെള്ളം ആവിയായി പോകുമെന്ന് പറയുമായിരുന്നു. എൻ്റെ അർത്ഥം എന്താ? ക്രോധം ഉണ്ടാക്കുന്നത് അഗ്നിയാണ്. ആ അഗ്നി ആദ്യം കത്തിക്കുന്നത് ആരെയാ? അവരവരുടെ ശരീരത്തിലെ അവയവങ്ങളെ. പുറത്തുള്ളവരെ രണ്ടാമതേ കത്തിക്കുള്ളൂ. നമ്മൾ വിചാരിക്കും, ഞാൻ അയാളോട് ദേഷ്യപ്പെട്ട് എൻ്റെ കാര്യം നടത്തിയല്ലോ, വീട്ടിൽ ദേഷ്യപ്പെട്ട് ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ. പക്ഷെ ആദ്യം എവിടെയാ തകരാറ് സംഭവിക്കണേ? അവനവൻ്റെ ശരീരത്തിൽ പുറമേ ബാധിക്കുന്ന പിന്നീടാ ഉള്ളിലുള്ള അവയവങ്ങൾ ആദ്യം കേടുവരണേ. ഉള്ളിൽ നിറയെ വില പിടിച്ച സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഏതൊക്കെ? ആദ്യം ഏതാണുള്ളത്? ഹൃദയം, അല്ലേ? കിഡ്നി. ചെറിയ വില കൊടുത്ത് കിട്ടുന്ന സാധനമാണോ ഇതൊക്കെ? ആണോ? വീട്ടിലെ ഫ്രിഡ്ജോ ടിവിയോ കേടുവന്നാൽ നമുക്ക് നന്നാക്കാം, പുതിയത് വാങ്ങാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഇടിവെട്ടലുണ്ടാകുന്ന, ഇപ്പോൾ ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു സമയമാണല്ലോ വേനലിൽ. ഇടിവെട്ടലുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? വീട്ടിലെ ടിവിയുടെയും ഫ്രിഡ്ജിൻ്റെയൊക്കെ വയർ ഊരിയിടും ഇല്ലയോ? എന്താ കാരണം? ആ ഇടിമിന്നലേറ്റ് അതിലേക്ക് കറണ്ട് ഓവർഫ്ലോ ആയ ആ ഉപകരണങ്ങൾ കത്തി നശിക്കും. വില പിടിച്ചതാ എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ, TV, ഫ്രിഡ്ജ്. അത് നശിച്ചു പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഓവർഫ്ലോ ആണ് ഇടിമിന്നലുണ്ടാകുക. അപ്പം കറണ്ടിൻ്റെ ഓവർഫ്ലോ താങ്ങാൻ ഈ ഉപകരണത്തിന് പറ്റാതെ വരുമ്പോൾ അത് നശിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ എത്ര കറണ്ട് ഓവർഫ്ലോ ആക്കണേ? എത്ര ഇടിമിന്നലാണ് ഉണ്ടാവണേ? എത്ര തവണ ദേഷ്യപ്പെടുന്നു അത്ര ഇടിമിന്നൽ ഉണ്ടാക്കുകയാണ്. ആ ഇടിമിന്നലെല്ലാം ആര് താങ്ങ്? ഈ ശരീരത്തിലുള്ള ഓരോ വില പിടിച്ച് ഉപകരണങ്ങൾ താങ്ങി അതിന് പറ്റാതാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്കിതിനെ അൺപ്ലഗ് ചെയ്യാൻ പറ്റുമോ? ഊരിയിടാൻ പറ്റുമോ വയറ്? ഞാൻ എൻ്റെ ഹൃദയം മാറ്റി വെച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് വരാം, ഞാൻ എൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ട് കുറച്ച് ദേഷ്യപ്പെടാം, ചെയ്യാൻ പറ്റുമോ? മറ്റേൻ്റെ വയറൊക്കെ ഊരിയിടാം. പക്ഷെ ഇതിനെ വല്ലതും അൺപ്ലഗ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഡാമേജ് കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നത് ആര് തന്നെയാ? നമ്മൾ തന്നിട്ട് അതിനെ നന്നാക്കാൻ വേണ്ടി
ഡോക്ടറെ അടുത്ത് പോയി മണിക്കൂർ കണക്കിന് ക്യൂ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, ആയിരക്കണക്കിന് പൈസ ചെലവാക്കാൻ നമുക്ക് കഷ്ടമില്ല. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല, വെറുപ്പിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കണം നമ്മുടെ തിരുത്തൽ നമ്മൾ എവിടുന്നാണ് കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാം. ധ്യാനത്തിലൂടെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ തിരിച്ചറിയാം. ആദ്യം നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് ഞാൻ ആരാണ്. രണ്ടാമത്തത് ഉണ്ടാകേണ്ട തിരിച്ചറിവ് ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ. പക്ഷെ എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ? ശാന്തസ്വരൂപ. ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ആത്മാവിലുള്ളത് 7 ഗുണങ്ങളാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്തു? ആത്മാവ് ഈ ശരീരത്തിൽ വന്ന് ജന്മങ്ങളെടുത്ത് നമ്മൾ ആത്മാവാണെന്ന് മറന്നു. ഈ ശരീരമാണ്, ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്ന ബോധത്തിൽ വന്നു. അപ്പം ആത്മാവാണെന്നത് മറന്നത് കാരണം ആത്മാവിൻ്റെ 7 ഗുണങ്ങളും മറന്നു. ഇപ്പം നമ്മൾ ഏതുകൊണ്ടാണ് കളിക്കണേ? ഈ ശരീരബോധത്തിൽ വന്നപ്പോൾ കാമം കൊണ്ട്, ക്രോധം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അസൂയ കൊണ്ട്, വെറുപ്പ് കൊണ്ട്, ഈ ശരീരബോധത്തിന് അടിമപ്പെട്ട് നമ്മൾ ഈ ദുർവികാരങ്ങൾ കൊണ്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുർവികാരങ്ങളാണ് നമുക്ക് സർവ്വരോഗങ്ങളും ശരീരത്തിൻ്റെ അസുഖങ്ങളും കൂട്ടണത്, മനസ്സിൻ്റെ അസ്വസ്ഥതകളും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ ശരീരവും മനസ്സിനും ആരോഗ്യത്തോടു കൂടി ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ഏത് തിരിച്ചുപോക്ക്? എവിടുന്ന് എവിടേക്ക് തിരിയണം? ഈ ശരീരമാണെന്ന ബോധത്തിന്ന് ആത്മാവാണെന്ന ബോധത്തിലേക്ക്. ശരീരത്തെ കളയാൻ പറ്റില്ല, കർമ്മം ചെയ്യാൻ നമുക്കിത് വേണം. പക്ഷേ ഈ ശരീരത്തിൽ ആത്മാവിരുന്ന് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ബോധം ശരിയായത് വേണം. ശരിയായ ബോധത്തിലേക്ക് തിരിച്ചു വരണം. അപ്പം നമ്മൾ റോഡിലൂടെ ഒരു ഭ്രാന്തൻ നടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും എന്ത് പറയും? അയാൾ ശരിയായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, ഭ്രാന്തൻ്റെ രീതികൾ ശരിയായിട്ടുണ്ടാവണില്ല. അപ്പം നമ്മളെല്ലാവരും എന്താ പറയുക? അയാൾ ഭ്രാന്തനല്ലേ, അയാൾക്ക് സ്വബോധം ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യണേ. പക്ഷെ നമ്മളൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന നല്ല ബോധമുള്ളവരാണെന്നാ. എന്താ ബോധം നമുക്ക്? എന്താ ബോധത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ? എന്ത് ബോധത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേ? ഞാൻ. എന്താ ബോധം? സ്വബോധം നമുക്കില്ല. സ്വാർത്ഥം ആത്മാവ്. ഞാൻ ആത്മാവാണെന്ന ബോധത്തിലാണ്, ഡ്രൈവറാണെന്ന ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഈ വണ്ടി ഓടിച്ചാലേ സ്വബോധം ഉണ്ടെന്ന് പറയുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ ഡ്രൈവറാണെന്ന ബോധത്തിലല്ല ഈ വണ്ടി ഓടിക്കണേ. നമ്മുടെ എല്ലാവരുടെയും ബോധം എന്താ? ഞാൻ ഈ വണ്ടിയാണെന്ന ബോധത്തിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇതിലൊരു ഡ്രൈവർ ഉണ്ടെന്ന ബോധം പോലും ഇല്ല. എപ്പോഴേ ബോധം വരുള്ളൂ? ഏതെങ്കിലും മരണ വീട്ടിൽ പോകണം, ഓ ആത്മാവ് പോയി, ആത്മാവിന് ക്രിയ ചെയ്യണം, ബസ് കഴിഞ്ഞു, അതോടുകൂടി നമ്മുടെ ഡ്രൈവറുടെ ബോധം കഴിഞ്ഞു. നമ്മൾ ഓടി നടക്കുമ്പോഴും ഇതിലൊരു ഡ്രൈവർ ഉണ്ട്, ഞാനാ ഡ്രൈവറാണ്, ഇതെൻ്റെ വണ്ടിയാണ്, ഡ്രൈവറായ ഞാൻ വേണം ഈ വണ്ടി ഓടിക്കാൻ. വണ്ടി ഡ്രൈവറെയല്ല കൊണ്ടുപോകണ്ടേ, പിന്നെയോ ഡ്രൈവർ വണ്ടിയെ കൊണ്ടുപോകും. എന്നാലേ നമുക്ക് ദുഃഖത്തിൽ നിന്ന്, അശാന്തിയിൽ നിന്ന് മുക്തി ഉണ്ടാക്കുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിവർന്നിരിക്കുക. നിങ്ങളുടെ ഫോണുകൾ ഉണ്ടെങ്കിൽ സൈലൻസിലിട്ട് വയ്ക്കുക. ഈ 7 ദിവസവും വരുമ്പോൾ നിങ്ങളെല്ലാവരും തുടക്കം മുതലേ ഫോണുകൾ സൈലൻസിലിട്ട് വെച്ച് പോകുന്നത് വരെ നിങ്ങൾക്ക് ഫുൾ അറ്റൻഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും നമ്മളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ ലാഭം ഉണ്ടാവും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ വിചാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് സങ്കല്പങ്ങൾ സിസ്റ്റർ പറയാം. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ആ സങ്കല്പങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മനസ്സ് ഈ ശരീരമാണെന്ന ബോധത്തിൽ നമുക്ക് ആത്മാവാണെന്ന അനുഭവം ഉണ്ടാകണം. ആത്മാവിനെ കാണാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല, പക്ഷേ അനുഭവം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകണം. അവരവർക്കുണ്ടാകുന്ന അനുഭവമാണിത്. ശരീരത്തിൽ നിന്ന് വേറിട്ട ആത്മാവാണ് ഞാനെന്ന ഫീലിംഗ്
നമുക്കുണ്ടാവും. ഇനി ആത്മാവിനുള്ളിലുള്ളത് ശാന്തിയാണ്, നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റും. ആത്മാവിൽ ശക്തിയുണ്ട്, നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റും. ശാന്തിയും സുഖവും സ്നേഹവും ശക്തിയും എല്ലാം നമ്മൾ ഓരോ ആത്മാവിൻ്റെ ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അതിനാണ് നമ്മളിപ്പോൾ പുറത്ത് തേടി നടക്കണേ. പക്ഷെ അതിവിടെ കിടക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്തന്വേഷിക്കണേ. അന്വേഷിച്ചാൽ കിട്ടൂ? ഇല്ല. കസ്തൂരി മാനിനെ പോലെ നമ്മൾ തേടുക, അത് കസ്തൂരി തേടി നടക്കുക, അതിന് കിട്ടൂ? ഇല്ല. അതിൻ്റെ നാഭിയിൽ നിന്നാണ് വരണം, തിരിച്ചറിയാൻ അതിന് പറ്റണില്ല. അതേപോലെ നമ്മളും ശാന്തി വേണം, സ്നേഹം വേണം, എല്ലായിടും അലയുക. പക്ഷെ എവിടെ കിടക്കണേ? അപ്പോൾ നമുക്ക് അല്പസമയം ധ്യാനം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം ഫീൽ ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഈ ശാന്തിയുടെ ശക്തിയുണ്ട്, സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. അത് നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റും. നിങ്ങൾ നിവർന്നിരിക്കുക. അവരവരുടെ മനസ്സിൽ എന്ത് കേൾക്കുന്നോ വായു കൊണ്ടൊന്നും ഉരുവിടണം എന്നില്ല. കാരണം ധ്യാനത്തിന് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വേണം. മനസ്സ് ഏകാഗ്രമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പടിപടിയായിട്ട് അഭ്യാസത്തിലൂടെ ആകുള്ളൂ. അപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഒരാളെ ടച്ച് ചെയ്യാതെ തൊടാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിന്തകളെ ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരാം. ഓം ശാന്തി. എൻ്റെ കൈകാലുകൾ വളരെ സ്വസ്ഥമാണ്. എൻ്റെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും എന്നിലാണ്. കഴുത്തിന് താഴെ എല്ലാ അവയവങ്ങളും വളരെ വളരെ സ്വസ്ഥമായിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതുമായ പ്രക്രിയ നിരീക്ഷിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് ഞാൻ അറിയുന്നു, അനുഭവം ചെയ്യുന്നു. ബോധത്തോടെ ശ്വാസം എടുക്കും. ശ്വാസം വിടുന്നതും ഫീൽ ചെയ്യും. ഈ ദേഹം പഞ്ചതത്വ നിർമ്മിതമാണ്. പഞ്ചതത്വ നിർമ്മിതമായ ഈ ശരീരം ഈ പ്രകൃതിയോട് ചേരുകയും ചെയ്യും. ഈ ദേഹം മണ്ണാണ്, മണ്ണോട് ചേരുകയും ചെയ്യും. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തിൽ ഈ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണ്, ചൈതന്യമാണ്. ആ ചേതന അതിസൂക്ഷ്മമായ ആത്മസത്തയാണ്. ദേഹം ഒരു കാറ് മാത്രമാണ്. ഈ കാറിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ
നെറ്റിത്തടത്തിൽ ഇരുപുരികങ്ങൾക്ക് മധ്യേ ആത്മാവാകുന്ന ഡ്രൈവർ ഇരിക്കുന്നു. പുരിക മധ്യത്തിൽ തലച്ചോറിൻ്റെ മധ്യഭാഗത്തായി ആത്മീയ ഊർജം മിന്നാമിനുങ്ങ് പോലെ പ്രകാശിക്കുന്ന വെളിച്ചം ഞാൻ ആത്മാവാണ്. ആത്മസ്മൃതിക്കാണ് നെറ്റിത്തടത്തിൽ തിലകം തൊടുന്നത്. ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രം പോലെ ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ ആത്മചേതന തിളങ്ങുന്നു. എൻ്റെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന മിന്നാമിനുങ്ങ് പോലെ തിളങ്ങുന്ന ആത്മനക്ഷത്രത്തിലാണ്. ഞാൻ ആത്മചേതനയാണ്. ദേഹമാകുന്ന വിളക്കിൽ പ്രകാശിക്കുന്ന ആത്മദീപമാണ് ഞാൻ. ആത്മാവായ ഞാൻ ഈ കണ്ണിലൂടെ കാണുന്നു. കാതിലൂടെ കേൾക്കുന്ന ശക്തിയും ഞാൻ തന്നെയാണ്. വായിൽ കൂടി സംസാരിക്കുന്നതും ഞാൻ ആത്മീയ ഊർജമാണ്. ആത്മാവായ എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ് ഈ ദേഹം. ആത്മാവായ എനിക്കൊരിക്കലും മരണമില്ല. ഞാൻ അമരനാണ്, അവിനാശിയാണ്. ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ പോകുന്നത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ദേഹമാകുന്ന വസ്ത്രം മാറി മാറി ഈ നാടകശാലയിൽ ജീവിത നാടകം അഭിനയിക്കുന്നത് ഞാൻ ആത്മസത്തയാണ്. ഞാനും മരിക്കുന്നില്ല, എന്നോടൊപ്പം ഉള്ളവരാരും മരിക്കുന്നില്ല, എൻ്റെ ആരും മരിച്ചിട്ടുമില്ല. ആർക്കെല്ലാം മരണമുണ്ടായോ അവരെല്ലാം മറ്റൊരു കുടുംബത്തിൽ മറ്റൊരച്ഛനും അമ്മയ്ക്കും മകനായി മകളായി മറ്റെവിടെയോ ജീവിതം തുടരുകയാണ്. ഞാൻ അമരനാണ്, അനശ്വരനായ ആത്മാവാണ്. വാളിനെ മുറിക്കാനോ കാറ്റിനുണക്കാനോ അഗ്നിക്ക് കത്തിക്കാനോ വെള്ളത്തിന് മുക്കിക്കളയാനോ കഴിയാത്ത അനശ്വരമായ ഊർജമാണ് ഞാൻ. ആത്മാവായ ഞാൻ ശാന്തി നിറഞ്ഞ പ്രകാശമാണ്. ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. ശാന്തിയാണ്
എൻ്റെ സ്വധർമ്മം. പുരിക മധ്യത്ത് കുടികൊള്ളുന്ന ആത്മാവിൽ നിന്ന് ശാന്തമായ ഊർജം, ശാന്തിയുടെ പ്രകാശം ദേഹമാസകലം പ്രവഹിക്കുന്നു. ഞാൻ ശാന്തനാണ്. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തിയിൽ അളവറ്റ ശക്തിയാണ്. ശാന്തത നൽകുന്നത് ശക്തിയാണ്. സ്നേഹം നിറഞ്ഞ ആത്മാവാണ് ഞാൻ. സ്നേഹമാണ് എൻ്റെ സ്വഭാവം. എന്നോടൊപ്പം ഈ നാടകശാലയിലുള്ളത് ഓരോരുത്തരും പുരിക മധ്യത്തിൽ കുടികൊള്ളുന്ന ആത്മചേതനയും സ്നേഹം നിറഞ്ഞ ആത്മസഹോദരങ്ങളും. എനിക്കാരും ശത്രുവില്ല. ശുദ്ധമായ കറയില്ലാത്ത വജ്രം പോലെ തിളങ്ങുന്ന ശുദ്ധാത്മാവാണ്. ശുദ്ധിയാണ് എൻ്റെ സ്വഭാവം. സത്യതയാണ് എൻ്റെ ധർമ്മം. ശക്തി സ്വരൂപമാണ്. വിവേകശാലിയായ ആത്മാവാണ് ഞാൻ. ഞാൻ സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദസ്വരൂപമാണ്. ആത്മാവിൽ നിന്ന് ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ശാന്തിയുടെ ശക്തി, ശാന്തമായ ഊർജം നിറയുന്നു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശരീരമാസകലം സ്വസ്ഥ